ലവ്ലി ഷോർട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. LP UP എക്സാമിനേഷൻ, അതേപോലെ തന്നെ LDC എക്സാമിനേഷൻ, LGS എക്സാമിനേഷൻ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏത്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? നമുക്കറിയാം ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 ആണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ. ഗാന്ധിജി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസ്സാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രാഥമിക മേഖലയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വ്യവസായം. വ്യവസായമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. കൃഷി, മത്സ്യബന്ധനം, ഖനനം ഇതൊക്കെ പ്രാഥമിക മേഖലയിൽപ്പെട്ടതാണ്. വ്യവസായം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ്? ആൻസർ 20 ദിന പരിപാടി. 20 ദിന പരിപാടി ഇന്ദിരാഗാന്ധി 1975 ആരംഭിച്ച പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതിൻ്റെ മുഖ്യ ലക്ഷ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ചു 20 ദിന പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2021-22 മാനവ വികസന സൂചിക, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ഇന്ത്യയുടെ സ്ഥാനം ആൻസർ 132 ആണ്. 191 രാജ്യങ്ങളിൽ 132 സ്ഥാനമാണ്. 2023 ഏറ്റവും പുതിയതും 132 ആണ്. 132 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ശരിയായത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ മൂലധനം ശരിയാണ്. പരിസ്ഥിതി സൗഹാർദ്ദം ശരിയാണ്. ഇറക്കുമതിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നില്ല, അതും ശരിയാണ്. കാർവേ കമ്മിറ്റി 1955 ചെറുകിട വ്യവസായത്തെപ്പറ്റി ഉള്ള ഒരു കമ്മിറ്റിയാണ്. അതിനുവേണ്ടി സെറ്റപ്പ് ചെയ്തൊരു കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി 1955. അപ്പോൾ ഇത് 4ഉം ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 4 4ഉം ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 നിയമിച്ച കമ്മീഷൻ ഏത്? സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് 1948 പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ഓപ്ഷൻ സി, ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് 1948 പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിശന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി നൽകുന്ന വിശപ്പ് രഹിത നഗരം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ നഗരം? വിശപ്പ് രഹിത നഗരം എന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പാക്കിയ നഗരം? ആൻസർ ഓപ്ഷൻ എ, കോഴിക്കോട്. കോഴിക്കോടാണ് ആദ്യമായിട്ട് വിശപ്പ് രഹിത നഗരം എന്ന പദ്ധതി നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര്? തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല. ഓപ്ഷൻ സി ആണ് സേവന മേഖല. മതികട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? മതികട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഉടുമ്പൻചോല. ഉടുമ്പൻചോല താലൂക്കിലാണ് മതികട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. 2019 ഓഗസ്റ്റ് മാസം മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തം ഏതാണ്? 2019 ഓഗസ്റ്റ് മാസം നടന്ന. ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ ബി ഉരുൾപൊട്ടലാണ് കവളപ്പാറയിൽ നടന്ന ദുരന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരം. പത്മശ്രീ ലഭിച്ച കേരളത്തിലെ ആദ്യ കായിക താരമാണ് MD വത്സമ്മയാണ് കേരളത്തിൽ പത്മശ്രീ ലഭിച്ച ആദ്യത്തെ കായിക താരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? എറണാകുളത്തെ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക്. ആൻസർ കോതമംഗലമാണ്. കോതമംഗലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നതാണ് ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഓപ്ഷൻ ഡി എറണാകുളം ജില്ലയിലാണ്. എറണാകുളത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏത്? 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ഇടിമിന്നലാണ് 2015 കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി ദുരന്തം. 2018 വെള്ളപ്പൊക്കം ഉണ്ടായത്. 2018-2019 വർഷങ്ങളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കി സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച തെളിനീരൊഴുകും നവകേരളം ക്യാമ്പയിൻ ആരംഭിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് തെളിനീരൊഴുകും നവകേരളം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.